നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ വിജയങ്ങൾ ധീരന്മാരുടേതും പോരാളികളുടേതുമാണ്. അതിന് നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ഉദാഹരണമാണ് റൗൾ ഹിമെനസ്. വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തുമ്പോൾ കളിയുടെ 67-ാമത്തെ മിനിറ്റിൽ അൽവരാഡോയുടെ കിടിലൻ ക്രോസിന് തലവെച്ചുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ച റൗൾ ഹിമെനസ്. തലവെച്ചുകൊണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. തല പൊട്ടി, അദ്ദേഹത്തിൻ്റെ സ്കള്ളിന് ഫ്രാക്ചർ ഉണ്ടായി, തലയോട്ടിക്ക് ഫ്രാക്ചർ ഉണ്ടായി. അദ്ദേഹം ഗ്രൗണ്ടിൽ വീണ് കിടന്നു. 2020 പ്രീമിയർ ലീഗിലെ മത്സരം ഡേവിഡ് ലൂയിസുമായിട്ട് അദ്ദേഹം കൂട്ടിയിടിക്കുന്നു. ആഴ്സണലിന് വേണ്ടി ഡേവിഡ് ലൂയിസ്. മറുഭാഗത്ത് വോൾവർ ഹാംപ്റ്റൻ്റെ താരമായിട്ട് റൗൾ ഹിമെനസ്. ഒരു ഏരിയൽ ബോളിനായിട്ടുള്ള ഫൈറ്റിലാണ് ആ ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത്. അദ്ദേഹം ബോധരഹിതനായിട്ട് ബോധം കെട്ട് കളത്തിൽ മിനിറ്റുകളോളം കിടന്നു. അദ്ദേഹത്തിന് ജീവനുണ്ടോ എന്ന് പോലും അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളും കാണികളും ഫാമിലിയും ഒക്കെ വല്ലാതെ ആശങ്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. ഏതായാലും പിന്നീട് ഹോസ്പിറ്റലിലേക്ക്, അവിടെ അടിയന്തിരമായിട്ട് അദ്ദേഹത്തിന് സർജറി നടത്തേണ്ടി വന്നു. റൗൾ ഹിമെനസ് തന്നെ പറയുന്നു, ഇതൊരു മിറക്കിളാണ്, എൻ്റെ തിരിച്ചുവരവ് ഒരു മിറക്കിളാണ് എന്ന് എന്നോട് ഡോക്ടർമാർ പറഞ്ഞു. എൻ്റെ തലയോട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നു, അത് ഉള്ളിലേക്ക് പോയി, അത് ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കിയേക്കാവുന്ന അവസ്ഥയായിരുന്നു. ചെറിയ രൂപത്തിൽ ഇൻസൈഡ് ബ്ലീഡിങ് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് സർജറി ആവശ്യമായത്. ഡോക്ടർമാരുടെ ജോബാണ്, അവരത് ചെയ്തു. ഞാനിന്ന് തിരിച്ചു വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഹെഡ് ഗിയർ അണിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ഇറങ്ങുന്നത്. അങ്ങനെ അന്ന് തലയൊട്ടി പിളർന്ന് കളിക്കളത്തിൽ ബോധരഹിതനായി കിടന്ന റൗൾ ഹിമെനസ് ഇതാ ഇപ്പോൾ ദേശീയ ടീമിനായിട്ട് ഇതിനു മുമ്പ് നിരവധി ഗോളുകൾ, 100-ലധികം മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ, അതും ആദ്യമായിട്ടല്ല അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കുന്നത്. ഇത് അദ്ദേഹം ഇതിനു മുമ്പ് 3 വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുണ്ട്, ഒറ്റ ഗോളും അടിച്ചിട്ടില്ല. ഇതാ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ ഇൻ സ്റ്റൈൽ വരുന്നു. അതും വൈകാരികമായ സംഭവമാണ്. ആ ഗോളിൻ്റെ കാര്യവും നമ്മൾ എടുത്തു പറയണം. മാർച്ച് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടിരുന്നു. റൗൾ ഹിമെനസ് വെഗ, അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടത് മാർച്ചിലാണ്. അതിൻ്റെ ദുഃഖഭാരവും പേറിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങുന്നതും ആ ദുഃഖഭാരവും പേറിയിട്ടാണ്. കളിയുടെ 67-ാമത്തെ മിനിറ്റിൽ ആ ക്രോസ് വലയിലേക്ക് ഹെഡ് ചെയ്തിട്ടിട്ട് 2 കൈകളും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തി ആ ഗോൾ തൻ്റെ പിതാവിന് അദ്ദേഹം സമർപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. വൈകാരികമാണ് ആ നിമിഷം. യെസ്, ദിസ് ഈസ് പ്യുവർ സിനിമ, പ്യുവർ ഹാർട്ട്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ സച്ച് എ വണ്ടർഫുൾ ഗെയിം. നമുക്ക് വേണ്ടി എന്തെന്ത് ഇമോഷനുകളും എന്തെന്ത് മനോഹരമായ നിമിഷങ്ങളുമായിരിക്കും അത് ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. ഒരിക്കൽ തലയോട്ടി പിളർന്ന് ബോധരഹിതനായി കിടന്ന അതേ മനുഷ്യൻ അതേ തല കൊണ്ടടിച്ചിട്ട് പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റുന്ന സുന്ദര നിമിഷങ്ങൾ നമ്മൾ കണ്ടില്ലേ? യെസ്, ഈ വേൾഡ് കപ്പിൽ ഇനി എന്തൊക്കെ മായാജാല നിമിഷങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.